റബീഉൽ അവ്വൽ 12 കഴിഞ്ഞു. എന്തൊക്കെ ജാതി പരിപാടി എന്നറിയോ? ലോകത്തിന്റെ എവിടെയൊക്കെ മൗലിദാഘോഷം നടന്നു. ഇത് നമ്മളെ മൗലിദ് പറയട്ടെ. ഈ നബിദിന പരിപാടിയൊക്കെ കേരളത്തിലെ സമസ്തക്കാരാണ് കൊണ്ടുവന്നതെന്ന് പറയുന്ന ആ ടീം നബിദിനം കേരളത്തിലേക്ക് സമസ്തക്കാരാണ് കൊണ്ടുവന്നതെന്ന് ആരാ പറഞ്ഞത്? ആരാ നമുക്കറിയില്ല. എന്തായാലും നബിദിനം ആദ്യം കൊണ്ടുവന്ന ആളുകൾ വ്യഭിചാരം ഹലാലാണെന്ന് പറഞ്ഞ വിഗ്രഹാരാധന ആദ്യം തുടങ്ങിയ മുനാഫിക്കീങ്ങളായ ഫാസിക്കീങ്ങളായ ഷിയാക്കളാണ് നബിദിന ആഘോഷം ആദ്യമായി കൊണ്ടുവന്നത്. പിന്നെ അത് സമസ്തക്കാർ ഏറ്റെടുത്തു എന്നുള്ളത് സത്യം തന്നെ. ഇനി ഇതും സമസ്തക്കാരാണ് നടത്തുന്നതെന്നുള്ള സഫാത്തൊന്നും വിളിച്ചു പറയാതിരുന്നാൽ മതി. അങ്ങനെ മുജാഹിദുകൾ പറയോ? സമസ്തക്കാർ അത്ര പൊട്ടന്മാരൊന്നുമില്ലല്ലോ മുജാഹിദുകൾ. മൗലവി കാണിക്ക്. ഓ, യമനിൽ മൗലിദാഘോഷം ഉണ്ടോ? പിന്നെ എവിടെ ഉള്ളത്? ഓ, ആഫ്രിക്കയിലുണ്ടോ മൗലിദാഘോഷം? പിന്നെ എവിടെ ഉള്ളത്? ഓ, ഇന്തോനേഷ്യയിലുണ്ട് പോലും. ഇനി എവിടെയുള്ള മൗലിയരെ? സുബ്ഹാനല്ലാഹ്, ഈജിപ്തിലും ഉണ്ടോ? ഔ, അപ്പൊ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ മൗലൂദ് ഉണ്ടല്ലേ. പക്ഷെ മൗലിയരെ, ഒറ്റ സംശയം, ഒറ്റ ചോദ്യം, ഖുർആനിലുണ്ടോ? ഹദീസിലോ? ഇല്ലല്ലേ. ഉണ്ടെന്ന് അംഗീകരിച്ച നിങ്ങളെ മാലപ്പാട്ട് തള്ളേണ്ടി വരും. ഹിജറ 300 ശേഷം എന്ന് പറഞ്ഞാൽ നിങ്ങളെ മാലപ്പാട്ട് തള്ളേണ്ടി വരും. ഇമാം സഹാബിനെ പോലുള്ള പല ഇമാമികളും നിങ്ങൾക്ക് തള്ളേണ്ടി വരും. ഈ ചോദ്യം ചോദിച്ചാൽ നിങ്ങളെ അണ്ണാക്കിൽ പിരിവെട്ടുന്നറിയാം. എന്നാ ശരി, ഓക്കെ, ഖത്തം, ടാറ്റ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.